ക്രിസ്തീയ ജീവിതം എന്ന് വെച്ചാൽ ഒരുമാതിരി നരകിച്ചൊരു ജീവിതമായിട്ടല്ലേ നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കുറേ പേരുണ്ട്, പക്ഷേ എല്ലാത്തിൻ്റെയും മുഖം വാടിയിരിക്കുക. ആരുടെയും മുഖത്തൊരു തെളിച്ചമില്ല. ഒന്ന് ചിരിച്ചുകൂടെ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ചിരിച്ചുകൂടെ? എന്തിനാ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് ഇത്രയും ഗൗരവം? എന്തിനാ? ദൈവാനുഭവം കിട്ടിയവരുടെ മുഖം പ്രകാശിക്കണ്ടേ? എന്തിനാ ഈ വാടിത്തളർന്നിരിക്കുന്നത്? ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരുടെ മുഖത്ത് എന്തിനാ ഈ വാട്ടം? പ്രാർത്ഥന എന്താ? കർത്താവിൻ്റെ അനുഭവമല്ലേ, സാന്നിധ്യാനുഭവമല്ലേ, കർത്താവിൻ്റെ മുഖം കാണലല്ലേ? കർത്താവിൻ്റെ മുഖം കണ്ടവൻ്റെ മുഖം എന്തിനാ വാടിയിരിക്കുന്നത്? ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് മുഖം വാടിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, നമ്മുടെ പ്രാർത്ഥനാ ശൈലിക്ക് എന്തോ കുഴപ്പമുണ്ട്. മുഖത്ത് സന്തോഷം ഉണ്ടാകണം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പണ്ട് പാടിക്കൊണ്ട് നടന്നിരുന്നൊരു പാട്ടാണ്. റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ക്രിസ്തീയ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണ്, സന്തോഷത്തിൻ്റെ ജീവിതമാണ്. അത് ഈശോ ആഗ്രഹിക്കുന്നുമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മാറാത്ത നിന്നിൽ ആശ്രയം വെച്ച് മാറ്റമില്ലാത്ത സന്തോഷം എന്നും എല്ലാ കാലവും അനുഭവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.